ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പെരുന്നാളിൻ്റെ അന്നെടുത്ത് നമ്മൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കണതൊന്നും എടുത്തില്ല, എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും അല്ലല്ലോ. രാവിലെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ കടന്ന കുറച്ച് ഉച്ചക്കാകുമ്പോഴോട്ട് എണീറ്റ് കണ്ട് ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ ഭയങ്കര ചൂടും തന്നെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം പുറത്തിറങ്ങിയുള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ അധികം ആൾക്കാർ വരാനും ഇങ്ങനെ ബന്ധു വീട്ടിൽ പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം അങ്ങനെ പുറത്തിറങ്ങിയത് കേട്ടോ. ഇവിടെ കുവൈത്ത് തന്നെ ഏറ്റവും വലിയ മാളാണിത്. അവന്യൂസ് മാൾ പറഞ്ഞ ഒരു മാളിലോട്ടാണ് നമ്മൾ പോയിക്കുന്നത്. അതൊരു 2 കിലോമീറ്ററൊക്കെ ദൂരത്തിലില്ല വലിയൊരു മാളാണെന്നാണ് പറയുന്നത് കേട്ടോ. വലിയ മാളാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാലും മക്കൾക്ക് കളിക്കാനായാലും പിന്നെ നമുക്ക് ഈ ചൂടത്തൊക്കെ ഇങ്ങനെ മാളക്കടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പോക്ക് നടക്കുക. അങ്ങനെ നമ്മൾ മാൾക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, മക്കളിങ്ങനെ പോകുന്നത്. അപ്പോൾ റിയാക്ക് അതിൽ കയറണം എന്ന് പറഞ്ഞാണ്ട് ഓളം നമ്മൾ അതിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ജസ്റ്റ് വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്തതാണ്. പിന്നെ അവിടെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഒരു പെണ്ണ് പാമ്പിനൊക്കെ ഇങ്ങനെ തോളിലിട്ടിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കേട്ടോ. അവരുടെ ഡ്യൂട്ടിയാണ് അത്. കുറച്ച് സൂവിൻ്റെ മാതിരത്തെ ഒരു സ്ഥലമാണ് അവിടെ. പക്ഷെ നമ്മളതിൽ കയറാൻ വന്നുകൊണ്ടിരുന്ന് നോക്കിയപ്പോൾ രാത്രി ആയിരുന്നു, 9 മണിയായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലിട്ട് കയറിയില്ല, അവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോളൂ. അത് കണ്ടിട്ട് നമുക്കൊക്കെ ഇങ്ങനെ പേടിയാകുന്നു കേട്ടോ. അപ്പോൾ ഇവർക്കും ഒരു പേടിയില്ലാതെ പാമ്പിനെ തോളിലിട്ടിട്ടും അതും കാട്ടുന്ന പാമ്പിനെ കൊണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി. ഇവിടെ പിന്നെ അവന്യൂസ് മാളിൽ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കയറി ഇറങ്ങാനുള്ളൂ. ഇത് സെൻറ്റർ പോയിൻ്റ് ആട്ടോ. സെൻറ്റർ പോയിൻറ്റിൽ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് നല്ല കളക്ഷനാണ്. അവിടെ വെറുതെ നമ്മളെല്ലായിടത്തൊക്കെ ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് കാണാൻ നല്ല ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. ഡ്രസ്സിൻ്റെതായിട്ടും പിന്നെ നമ്മളെ ഹോം സെൻറ്ററൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കി നടക്കുകയാണ് നമ്മളിങ്ങനെ വെറുതെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു വേറൊരു ലോകം തന്നെ കേട്ടോ. ടൈം നമുക്ക് പോണത് അറിയുന്നല്ല. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ കാഴ്ചകൾ പല കാഴ്ചകളുണ്ട്. കുറച്ചൊക്കെ വീഡിയോ എടുത്തു, പിന്നെ മറന്നു പോട്ടെ. ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോകും. അപ്പം അങ്ങനെ വിട്ടു പോകുന്നതാണ്. ഇവിടെ ഭയങ്കരമായിട്ട് കാണാനുണ്ട്. അപ്പോൾ കുവൈത്തിലുള്ളവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇവിടെ എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. അത്രയ്ക്ക് കാണാനുള്ളൊരു സ്ഥലമാണത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്ന് കുട്ടികൾക്ക് ഇങ്ങനെ പാലെടുക്കാനായാലും എന്തിനും ഫുഡ് കൊടുക്കാനും പിന്നെ നമുക്ക് നിസ്കാരത്തിൻ്റെ ടൈമിൽ നിസ്കരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് എന്തായാലും കയറിയാൽ നമുക്ക് വെറുതെ ആവില്ല.
വലിയൊരു മാളാട്ടത്. ഇത് ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ മാത്രമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും അവിടെ മുഴുവനായിട്ട് കാണാൻ കഴിയില്ല കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ഈ അവന്യൂസ് മാളിൻ്റെ ഫുള്ള് ഭാഗത്തോട്ട് പോയിട്ടേ ഇല്ല. നമ്മൾ ഒരു വട്ടം പോയാൽ ഒരു സൈഡ് മാത്രമേ ഇതാകാൻ കഴിയുള്ളൂ കേട്ടോ. നമ്മൾ നടന്ന് ക്ഷീണിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വന്നാലേ ഉള്ളൂ ഫുള്ള് കാണാൻ കഴിയുക. നമുക്ക് ഒരു വട്ടമൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നടന്ന് ക്ഷീണിച്ചിട്ടോ. അപ്പോൾ ഫുഡോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് വേൾഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഭയങ്കര ക്രൗഡ് കേട്ടോ. ഇരിക്കാനോ ഒന്നിനും ഒരു സ്പേസും ഇല്ല. നമ്മൾ കുറേ നേരം നടന്നിട്ടാട്ടോ ചെറിയൊരു സ്പേസ് തന്നെ ഇരിക്കാൻ കിട്ടിയത്. എന്താ ഹസ്ബൻഡ് അവിടെ ഫുഡിന് പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി ആരെ എണീക്കുന്നത് അവിടെ പോയിരിക്കുക എന്നിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ അൽബേക്ക്, സൗദിത്തെ അൽബേക്ക് ഇല്ലേ, അത് വന്നിട്ടുണ്ട് കുവൈത്തിൽ അവന്യൂസ് മാളിൽ പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാറിന് പോയതാണ്. പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. കഴിഞ്ഞു പോയിരുന്നു, തിരക്കല്ലേ, ഭയങ്കരമായിട്ട് തിരക്കാണ്. 10 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോത്തിന് തന്നെ അൽബേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തോ വേറെ എന്തൊക്കെ ഓർഡർ ചെയ്യാമെങ്ങാണ്ട് പോയി നോക്കുകയാണ്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അൽബേക്ക് ഓർഡർ ചെയ്യാൻ പോയിട്ട് അൽബേക്കിൻ്റെ ചിക്കനൊന്നും കിട്ടിയില്ല. പകരം നമുക്ക് നെഗറ്റ്സൊക്കെ കേട്ടോ വാങ്ങിച്ചത്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല വിശന്നതിന് മക്കൾക്കൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചറിഞ്ഞാണ്ട് നെഗറ്റ്സാണ് കിട്ടിയത്. നമ്മൾ അൽബേക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറിന് പോയതാണ്, പക്ഷെ കിട്ടിയില്ല. ഇനി ഒരു ദിവസം പോയി നോക്കണം, എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന് വേറെ ദിവസം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. റിയാക്ക് ഒരു ബർഗറും നമുക്ക് കുറച്ച് നെഗറ്റ്സും ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചിക്കൻ കിട്ടിയില്ലെങ്കിലും നെഗറ്റ്സ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് അത്ര ബോറായൊന്നും തോന്നിയില്ല. നമുക്ക് വിശന്നുകൊണ്ടാണ് എന്താ അറിയില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ അവന്യൂസിൽ നിന്ന് പോന്നിട്ടുണ്ട്. അവന്യൂസിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ നാസർ സ്പോർട്സ് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട്. ഇവിടെ കുവൈത്തിലോ ഇതിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും നാസർ സ്പോർട്സ്. നമ്മളെ ഷൂവിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉള്ളൊരു സ്ഥലമാണ് നാസർ. നമ്മളിപ്പോഴും ചെരുപ്പ്, ഷൂ അങ്ങനെയൊക്കെ വാങ്ങുന്നതൊക്കെ നാസറിനാണ് കേട്ടോ. ഡ്രസ്സും കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സും നമ്മൾ എടുക്കലുണ്ട്. അവിടെ കയറി ഇവൾ പെരുന്നാൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്തോ ഇത് കണ്ടു വെച്ച് കളിക്കാനുള്ള എന്തോ ഒരു ടോയ് കണ്ടുവച്ചിട്ടുണ്ട് പറഞ്ഞാണ്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല കച്ചറയിനി. അപ്പോൾ നമുക്കതൊന്ന് കയറി നോക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ അതങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാട്ടോ. അപ്പോൾ കരുതിയ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ ഈ ബക്കറ്റില്ലേ അതാണെന്ന് പറഞ്ഞ ബക്കറ്റിലുള്ള ടോയ് ആണ് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോഴുള്ള നല്ല ഭംഗിയുള്ള ബാഗുകൾ, ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട ബാഗും വലിയവർക്കായാലും നല്ല ഭംഗിയില്ല നല്ല സൂപ്പർ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മളൊരു പെരുന്നാളിൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറിയ നോയ്സുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു. അതുവരേക്കും നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.